സർപ്രൈസുകളും സമ്മാനങ്ങളും രണ്ടും നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സർപ്രൈസായി സമ്മാനം ലഭിച്ചാലോ? കലക്കുമല്ലേ? അങ്ങനെ സർപ്രൈസായി സമ്മാനമൊരുക്കി കയ്യിൽ കൊണ്ട് തരുന്ന രണ്ട് സുഹൃത്തുക്കളെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അനുശ്രീയും രേവതിയും ഇരുവരും തൃശ്ശൂറുകാർ. ചെറുപ്പം മുതലേയുള്ള സുഹൃത്തുക്കൾ. രണ്ടാളും ഇപ്പോൾ ദുബായിലുണ്ട്. ഇഷ്ടവിനോദം ഹാംബറുകൾ ഉണ്ടാക്കൽ. ഇരുവരും ചെറുപ്പത്തിൽ സുഹൃത്തുക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് സ്വന്തമായി നിർമ്മിച്ച സ്പെഷ്യൽ ഐറ്റംസ് ആയിരുന്നു. വർഷങ്ങൾക്കിപ്പുറം വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും പിന്തുണ കൂടിയായപ്പോൾ ആ കഴിവ് ആൻഡ്രെ ഗിഫ്റ്റ്സായി പിറവിയെടുത്തു. അങ്ങനെ ചുമ്മാതൊരു ബിസിനസ് അല്ല ഇവർക്കിത്. നമ്മൾ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. നമുക്ക് പക്ഷെ അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ വെച്ച് മീറ്റപ്പ് ചെയ്തു. മ്യൂച്വൽ ഫ്രണ്ട്സ് വഴി അങ്ങനെ മീറ്റപ്പ് ചെയ്ത് പിന്നെ നമ്മൾ ഫ്രണ്ട്സായി നടന്നു. ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ഇതുണ്ടായില്ല. ഇവൾക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്, എനിക്കും ഉണ്ട് കുറച്ചൊക്കെ. ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ഇങ്ങനെ ക്രാഫ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കണത് കണ്ടു. പിന്നെ ഞാനും അത് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇങ്ങനെ മീൻസ് എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ കൊടുക്കണം, ഇതിങ്ങനെ പ്ലാൻ ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വീഡിയോ കാണുമായിരുന്നു. ക്രേസി ആർട്ട് അവരുടെ പേജ് ശരിക്കും നല്ലൊരു ക്യാച്ച് ആയിരുന്നു നമുക്ക്. അങ്ങനെ കുറച്ച് ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മൾ ഇൻസ്പയർഡ് ആയി. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നി. അപ്പോൾ നമ്മൾ രണ്ടുപേരും പ്ലാൻ ഇട്ട് നമുക്ക് ചെയ്താലോ. വീഡിയോസ് നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. നമ്മൾ രണ്ടുപേരും ഉണ്ടാക്കണതും വീഡിയോ എടുക്കണതും കൊണ്ടു കൊടുക്കണതും ഒക്കെ ഞങ്ങൾ തന്നെ. പക്ഷെ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിട്ട് കുറച്ച് നാളായിരുന്നു. കാരണം നമുക്ക് മെറ്റീരിയൽസ് പിന്നെ എന്തൊക്കെ ഇവിടെ കാര്യങ്ങൾ വേണം എന്നുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് അവസാനം കുറച്ച് വിത്തിൻ ഫ്യൂ മന്ത്സ് മാർച്ചിനുള്ളിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ലാസ്റ്റ് ഇയർ. അനുശ്രീ അധ്യാപികയാണ്, രേവതി അക്കൗണ്ടന്റും. പകൽ ജോലി കഴിഞ്ഞാൽ ഇരുവരും ഒത്തുകൂടും. അന്നത്തെ കഥകളൊക്കെ പറഞ്ഞ് ജോലിയുടെ ടെൻഷൻ ഇറക്കി വെച്ച് അവരുടെ ലോകത്തേക്ക് പോകും. പലതരത്തിലുള്ള ഹാംബറുകൾ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ആഘോഷങ്ങൾ എന്തായാലും അതിനനുസരിച്ചുള്ള ഹാംബറുകൾ റെഡി. നമ്മുടെ ഉള്ളിലുണ്ട് ഇങ്ങനത്തെ ഐറ്റംസ്. ഞാനൊക്കെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം, എന്തെങ്കിലും ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കണതാണ്. അറിയാലോ, ഫാമിലി പൈസ തരില്ല, ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾ തരില്ല. അപ്പം ഞാൻ ഓരോന്ന് ഉണ്ടാക്കും, അതൊക്കെ ഉണ്ടാക്കി ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ ഇവൾക്കും ഇഷ്ടം അങ്ങനെ. അപ്പോൾ ഇവൾ എന്നോട് ചോദിക്കുന്നത്, ചേച്ചി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമോ, നല്ല രസമുണ്ട്, എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ യൂട്യൂബ് ഇങ്ങനെ ഓരോന്ന് നോക്കി ഉണ്ടാക്കണം. ഇപ്പോൾ വല്ല ക്രിസ്മസ് ഫ്രണ്ട് അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ, അതേപോലെ വല്ല ബർത്ത്ഡേക്ക് അങ്ങനെ വല്ല ഗിഫ്റ്റ്സ് ഹാൻഡ് മെയ്ഡിന് കുറച്ച് കൂടി നമ്മൾ പുറത്തുനിന്ന് മേടിക്കണേക്കാളും ഒരു വാല്യൂ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ ഒരു ഇൻട്രസ്റ്റ്. പിന്നെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ക്ലാസ്സസ് പോയിട്ടുണ്ട് ചെറുതരം, ഒന്നും കംപ്ലീറ്റ് ചെയ്തില്ല. പക്ഷെ പിന്നീട് വന്നപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് വന്നായിരുന്നത്. ഈ കാണുന്നത് ഒരു വൈൻ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് ഹാംബറിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒറ്റ നോട്ടത്തിൽ എന്നല്ല, പലതവണ നോക്കിയാലും കണ്ടുപിടിക്കാൻ പ്രയാസം. ഹാംബറുകൾ വെറുതെ അങ്ങ് കൊണ്ടു കൊടുക്കുന്നതല്ല ഇവരുടെ രീതി. ആർക്കാണോ ഹാംബറുകൾ കൊടുക്കേണ്ടത് അവർക്ക് ചെറിയ പണിയൊക്കെ കൊടുത്ത് ടാസ്കൊക്കെ ചെയ്യിപ്പിച്ച് സർപ്രൈസ് ആയിട്ടാണ് ഗിഫ്റ്റുകൾ കൈമാറുന്നത്. ഗിഫ്റ്റ് കിട്ടുന്നവരുടെ ആ നേരത്തെ സന്തോഷമാണ് ഇവരുടെ സംതൃപ്തി. ഇവരിൽ നിന്ന് കുറെ ഞെട്ടിക്കൽസ് അങ്ങനെ പലർക്കും കിട്ടിയിട്ടുണ്ട്. ബർത്ത്ഡേ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ. ആരായിരിക്കും അറിയോ? ഹസ്ബൻഡ് അല്ല ചേച്ചി. ചേച്ചി
അതെ. ഹാപ്പി ആയോ? ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്? ഒരു ഗിഫ്റ്റ് കൂടി. മെയിൻലി സർപ്രൈസ് ചെയ്യുമ്പോൾ നമ്മളെ ക്ലയൻസിന് ഉണ്ടാവുന്ന ഹാപ്പിനെസ്, പിന്നെ ഇവരുടെ ഹാപ്പിനെസ്, അത് ഭയങ്കര, ചിലർക്കൊക്കെ കണ്ടു നിറഞ്ഞു. കാരണം അവർ എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് ഇന്ന ആളാണ്, ഒട്ടുമിക്കവർക്കും ഗസ് ചെയ്യാൻ പറ്റും. കാരണം അവർക്കറിയാം ഇന്നൊരാൾ ആണ് സ്പെഷ്യൽ, തരാനുള്ളവരാരാന്ന് അറിയാലോ. അപ്പോൾ അവർ പറയും ചെയ്യും ഇന്ന ആളെ തന്നേന്നുള്ളത് പറയും. ചിലർ മാത്രമാണ് ആരായിരിക്കും എന്നുള്ള കൺഫ്യൂഷൻ. അവരുടെ ഫാമിലി തന്നെ പറയും ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്താൽ മതി, അപ്പോൾ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാം. അവർ ചിലപ്പോൾ അവരുടെ ബർത്ത്ഡേക്ക് വല്ല മോളിലേക്ക് പോകും, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലേക്ക് പോകും. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ തന്നെ ഇങ്ങനെ അടുത്തിരിക്കും അറിയാത്ത പോലെ. അപ്പോഴാവും നമ്മൾ ചെന്നിട്ട് സർപ്രൈസ് ചെയ്യുക. അപ്പോൾ അവർക്ക് തീരല്ല. അപ്പോൾ അവർ ആദ്യം വിചാരിക്കുന്നത് മുമ്പിലുള്ളവർ തന്ന പണിയാണോ അതോ അല്ലെങ്കിൽ എവിടെ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് അവർ ഗസ് ചെയ്യിപ്പിക്കും നമ്മളെ അവരെ കൊണ്ട്. അങ്ങനെ അവർ പറയും. ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ നമ്മൾ ഒരു പാർക്കിലിരിക്കുകയായിരുന്നു, ഫ്രണ്ട്സ് ത്രൂ വരാൻ പറഞ്ഞ് നമ്മളിങ്ങനെ യൂട്യൂബ് വ്ളോഗറാന്നൊക്കെ പറഞ്ഞ് അപ്രോച്ച് ചെയ്ത് ഓരോരോ ടാസ്ക് കൊടുക്കും. ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ചെയ്യും. ഇവർക്ക് അറിയില്ലല്ലോ നമ്മൾ ഗിഫ്റ്റൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. എന്നിട്ട് ടങ് ട്വിസ്റ്ററാണ് ടാസ്ക് കൊടുത്തപ്പോൾ ഇവർ ചെയ്തു. എന്നിട്ട് ഓക്കെ നമ്മൾ ഗിഫ്റ്റ് തരാം എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് കൊണ്ടുകൊടുക്കും. എന്നിട്ട് ഹാപ്പി ആനിവേഴ്സറി ആണെങ്കിൽ അത് പറയും, ബർത്ത്ഡേ ആണെങ്കിൽ അങ്ങനെ പറയും. അപ്പോൾ അവരെ ഇതെന്തത് എന്നൊക്കെ പറയും. എന്റെ ആനിവേഴ്സറി ആണ്, ആള് വിചാരിച്ചത് ചേച്ചിയുടെ ആനിവേഴ്സറി, ആള് വിചാരിച്ചു ഞാനാ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ആനിവേഴ്സറി ആണെന്ന് വിചാരിച്ചു. കേരളത്തിൽ നിന്നാണ് അധികവും ഓർഡറുകൾ വരാറുള്ളത്. ദുബായിൽ നിന്നും UK നിന്നുമൊക്കെ ഇപ്പോൾ ആവശ്യക്കാർ തേടി വരാറുണ്ട്. നാട്ടിൽ നിന്നാണ് കൂടുതലും, പിന്നെ ഇവിടെയും ഉണ്ട് അത്യാവശ്യം. പിന്നെ പുറത്തുനിന്നൊക്കെ വരും, അവരുടെ ഗേൾ ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും വൈഫ് ഹസ്ബൻഡിനൊക്കെ കൊടുക്കാനൊക്കെ വരും. നമുക്ക് ഇവിടെ കിട്ടുന്നതെല്ലാം എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യും. എന്തൊക്കെ മേടിച്ച് വെക്കാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യുന്നുണ്ട്. ലൈക്ക് പെർഫ്യൂംസ്, കേക്ക്സ്, അങ്ങനെയൊക്കെയാണ് കൂടുതലും. ചിലർ മാത്രം ഇപ്പോൾ നമുക്ക് മെറ്റേണിറ്റി ഒരു ഉണ്ടായിരുന്നു, അത് ബേബി ഷവറിന് ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ ഗേള് ബോയ് തീം വെച്ചിട്ട് നമ്മൾ ഒരു ഗിഫ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രഗ്നൻസി ഗിഫ്റ്റ്, അതിൽ പ്രഗ്നൻസി ക്രേവിങ്സ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇല്ലേ, ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്ക, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു ഹാമ്പർ സെറ്റ് ചെയ്തിരുന്നു. പിന്നെ എൻഗേജ്മെന്റ്, ദുബായിൽ ഒരു ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇതിന് ഫുൾ ചോക്ലേറ്റ് ഹാമ്പറും ഫുൾ ഒരു വലിയൊരു ബൊക്കയും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബൊക്കെ റോസ് ബൊക്കെ, ചോക്ലേറ്റ് ബൊക്കെ, ഇതൊക്കെ ഫോട്ടോ വെച്ചിട്ടുള്ള ബൊക്കെയൊക്കെ ചെയ്യും. പിന്നെ ഈ കോളേജിലുള്ള സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഇല്ല, അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഹാമ്പർ സെറ്റ് ചെയ്യും. ഒപ്പിക്കൽ പരിപാടികളോട് ഇരുവർക്കും താല്പര്യമില്ല. സമയമെടുത്ത് നന്നായി മാത്രമേ ഓരോ വർക്കും ചെയ്യുകയുള്ളൂ എന്ന വാശിയുമുണ്ട്. കിട്ടിയ കഴിവ് പരമാവധി പോളിഷ് ചെയ്ത് നന്നാക്കണം. ഓരോ വർക്കിലും തങ്ങളുടെ കരവിരുത് പ്രകടമാകണം. അത് കൈപ്പറ്റുന്നയാളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയണം. ഇതാണ് ഈ കൂട്ടുകാരുടെ ആഗ്രഹം. മോർ ദാൻ ഹാപ്പിനെസ് ആണ്. കാരണം നമുക്ക് വേറൊരാളുടെ ഒരു സന്തോഷം കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് നമുക്ക് എന്താ, അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരാളെ ഹാപ്പി ആക്കാൻ പറ്റി നമ്മൾ കാരണം, ആ ഒരു സന്തോഷം എന്തായാലും ഉണ്ട്. ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ ഓരോ ഗിഫ്റ്റും ഞങ്ങൾ ഭയങ്കര സ്പെഷ്യൽ മൊമെന്റ് ആയിട്ടാണ്, നമ്മളൊന്നും മറന്നിട്ടില്ല ഗിഫ്റ്റ് ചെയ്തതൊക്കെ. അത്രയും സ്പെഷ്യലാണ്, നമുക്ക് ഹാപ്പി, ഭയങ്കര ഹാപ്പി. അവർ വഴി തന്നെ നമുക്ക് ആക്ച്വലി നമ്മുടെ കസ്റ്റമേഴ്സ് വഴി തന്നെ നമുക്ക് കുറെ കസ്റ്റമേഴ്സും അങ്ങനെ കിട്ടിയിട്ടുണ്ട്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.